ഇന്നലെ വരെ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം ജീവിച്ചപ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത് ആണെന്നൊരു ഭാവമാണ്. അതെ, ഞാൻ എന്ന് പറയുന്ന എന്റെ അഹങ്കാരമാണ്. അതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ട ഒന്നുമില്ല. അപ്പൊ എന്റെ ഉള്ളിൽ ഞാൻ എന്റേതായ ഒരു ലോകം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? പലപ്പോഴും ഇന്നത്തെ വിവാഹങ്ങള് മാസം തികയുന്നതിന് മുമ്പ് മുറിഞ്ഞു പോകാൻ പൊട്ടിപ്പോകാൻ കാരണം എന്താ? അവിടെ ഞാനെന്ന് പറയുന്ന ഒരു ലോകം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലോകം അത്ര ശക്തമാണ്. ആ ലോകത്തിനേക്കാൾ എപ്പോഴാണോ കുടുംബം ശക്തമാകുന്നത് അപ്പോഴേ ഇത് പൊട്ടാണ് നിൽക്കുള്ളൂ. ഞാൻ എന്റെ ഉള്ളിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ലോകമാണ് ശക്തമെങ്കിൽ വിവാഹം ഉറപ്പായിട്ടും പൊട്ടിപ്പോവും. ഒരു സംശയമില്ല. അതിനേക്കാൾ ശക്തമാണ് കുടുംബം. അത് ധർമ്മമാണെന്നൊരു ബോധം വന്നാൽ മാത്രമേ നിലനിൽക്കുള്ളൂ. ഒരു സംശയമില്ല. കർണാടക തുറക്കുന്നതിന് പൊട്ടിപ്പോവും. ഇന്നത്തെ വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നത് അവനവന്റെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന ബോധം എങ്ങനെയാണ് കൂടുതൽ ശക്തമായി ഉണ്ടാക്കുക എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തികൾ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് ധാരാളമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഇൻഡിവിജ്വാലിറ്റി എന്ന വാക്ക് നമ്മളെ ശരിക്കും നമ്മുടെ തലയിൽ കയറ്റി വെച്ചിട്ടുള്ളത് മറ്റാരുമല്ല, അത് ക്യാപിറ്റലാണ്, മൂലധനമാണ്. കാരണം ഓരോ വ്യക്തികളും ഇൻഡിവിജ്വൽ എൻറ്റിറ്റി എന്ന് പറയുന്ന വിഷയത്തിൽ കൂടുതലായിട്ട് അവരുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരിൽ ഉപഭോഗിക്കുവാനുള്ള വസ്തുക്കൾ വേണം, ഇനിയും വേണം എന്ന തോന്നലുണ്ടാവും. ഒരു വ്യക്തിക്ക് എപ്പോഴാണോ ഇനിയും വേണം എന്ന തോന്നൽ ഉണ്ടാകുന്നത്, അത് കൂടിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ മാത്രമേ മൂലധനത്തിന് ഡിവിഡൻഡ് ലഭിക്കുള്ളൂ. മനസ്സിലായില്ല? മൂലധനം, ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ മൂലധനം ഓരോ പ്രോഡക്റ്റിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൂലധനത്തിന് ആ പ്രോഡക്റ്റിന് ഡിവിഡൻഡ് കിട്ടണമെങ്കിൽ ഞാനും നിങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ഉണ്ണണം. ആവശ്യമുള്ളതിൽ കൂടുതൽ ഒരു വസ്ത്രം മതി എന്ന് തീരുമാനിച്ചാൽ നഷ്ടമാണ്. അപ്പോൾ 10 വസ്ത്രം വേണം, 100 വസ്ത്രം വേണം. ഒരു ബാഗ് മാത്രം മതി തീരുമാനിച്ചാൽ അത് ക്യാപിറ്റൽ നഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇടുന്ന സാരിക്കും നിങ്ങൾ ഇടുന്ന വസ്ത്രത്തിനും അനുസരിച്ച് ബാഗുകൾ വേണം. അമ്പലത്തിൽ പോകാനൊരു ചെരുപ്പ്, ഷോപ്പിങ്ങിന് പോകാനൊരു ചെരുപ്പ്, വീട്ടിനകത്തൊരു ചെരുപ്പ്, അവിടെ പോവാൻ ഇവിടെ പോവാൻ. മുൻപ് ഒരു ഹവായി ചപ്പൽ മാത്രം ഇട്ട് മുണ്ട് മുതൽ തല വരെ ചളി തെറിപ്പിച്ച ആൾക്കാരാണ് നമ്മൾ, അല്ലെ? സ്കൂളിൽ പോകുമ്പോഴേ ഇന്ന് നമുക്കൊരു 10 ചെരുപ്പുണ്ടാവും. ഇത് നമ്മളെ കൊണ്ട് മേടിപ്പിച്ചതാരാണ്? ക്യാപിറ്റലാണ്. ആ തോന്നലുണ്ടാക്കിയതാരാ? ഇൻഡിവിജ്വൽ എൻറ്റിറ്റി എന്ന് പറയുന്ന സൂത്രക്കാരൻ നമ്മൾ അറിയാതെ വളർത്തിയെടുത്ത തോന്നലാണ്. അതുകൊണ്ട് നമ്മളെല്ലാം കൺസ്യൂമേഴ്സ് മാത്രമാണ്, ക്യാപിറ്റലിന്റെ അടിമകൾ മാത്രമാണ്. നമ്മൾ ക്യാപിറ്റലിന്റെ അടിമകൾ ആകണമെന്ന് നിർബന്ധമാണ്. ആർക്ക്? മൂലധന ശക്തികൾ. അപ്പോ ഞാനും നിങ്ങളും കുടുംബസഹിതം ജീവിക്കുന്നതല്ല. ഞാനും നിങ്ങളൊക്കെ ഇൻഡിവിജ്വൽ എൻറ്റിറ്റി ഉള്ള സ്വയം വലിയ ഒരു സ്വയം സാമ്രാജ്യങ്ങളായി തീരുന്നതാണ് ക്യാപിറ്റലിന് ആവശ്യം. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം ഞാൻ തകർക്കും. ഞാൻ ക്യാപിറ്റലാണ്. ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. അത്രയും വലിയ ഗൂഢാലോചനയാണ് നടക്കുന്നത്. അപ്പൊ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ ഒന്നിച്ചു നിൽക്കുക മാത്രമേ വഴിയുള്ളൂ.